ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ വചനത്തിൻ്റെ ആത്മീയ ചൈതന്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും പൈശാചിക തിന്മകളുടെ ബന്ധനങ്ങൾ എപ്രകാരം നമ്മളിലേക്ക് പ്രവേശിക്കുമെന്നും നമ്മുടെ ശത്രുവായ പിശാചിൻ്റെ ശക്തി എവിടെയാണെന്നും തിരിച്ചറിയുവാനും നമ്മൾ പോവുകയാണ്. ഈ നിമിഷത്തെ നമുക്ക് ദൈവത്തിരക്കരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനം കേൾക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനാവസ്ഥകളെയും യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുരക്തം ഇത് ശ്രമിക്കുന്നവരുടെ മേൽ ഇപ്പോൾ വർഷിക്കപ്പെടട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ തിരുശിരസിന്മേൽ തറയ്ക്കപ്പെട്ട മുള്ളാണികളാൽ നിങ്ങളായിരിക്കുന്നിടത്ത് ബേലി കെട്ടി അവിടുത്തെ തിരുസ്ലീബയുടെ സംരക്ഷണ സഹായത്താൽ നിങ്ങൾ മുദ്രണം ചെയ്ത് ഈ ധ്യാന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും നമ്മെ വിട്ടുപോകുവാനും അവ വരുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പുണ്യതമ്പുരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നരകസർപ്പത്തിന് തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിലുമുള്ള പൈശാചിക ശക്തിയെ തകർക്കുവാനും ഈ ശുശ്രൂഷ വഴി ഞങ്ങൾക്ക് ഇടവരുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുവെയുള്ള ശുശ്രൂഷകളിൽ നമ്മളെല്ലാം പറയാൻ പേടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശത്രുവിൻ്റെ ശക്തി എന്താണെന്ന് പൊതുവെ ആരും പറഞ്ഞു തരാറില്ല. ശത്രുവിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞാലും അവൻ വരുന്ന മേഖലകൾ തിരിച്ചറിഞ്ഞാലും അവയിൽ നമുക്ക് ജാഗരൂകരായിരിക്കാൻ സാധിക്കും. അതാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പിശാചിൻ്റെ സ്ട്രെങ്ത് അഥവാ ശക്തി എന്താണെന്ന് തിരിച്ചറിയണം. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ചെറുപ്പം തൊട്ടേ പറഞ്ഞു കൊടുത്താലേ അവർക്ക് പിശാചിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന്, ക്രിസ്തുവിന് അവൻ്റെ മേൽ വിജയം കൈവരിക്കാൻ അധികാരമുണ്ട് എന്ന് തിരിച്ചറിയുവാനും സാധ്യത അവർക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ എന്താണ് ബന്ധനാവസ്ഥകളെന്ന്. നിങ്ങളെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. 1 പത്രോസ് 5:8. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനം വ്യക്തവും സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ ശക്തി എന്താണെന്ന്. അലറുന്ന സിംഹത്തെ പോലെ. ഈ സിംഹം എന്തിനാ അലറുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിംഹം അലറുന്നത് അതിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കാനാണ്. ശാസ്ത്രീയപരമായിട്ടൊക്കെ അത് നിങ്ങൾ ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ അധികാരം. അത് 8 കിലോമീറ്ററോളം ഇതിൻ്റെ ഈ ഗർജനം, ഇതിൻ്റെ ഈ അലറുന്ന ശബ്ദം നിലനിൽക്കുമെന്നാണ് പറയുന്നത്. 8 കിലോമീറ്ററോളം കേൾക്കാൻ സാധിക്കും. അവൻ്റെ അധികാരം, അതായത് സിംഹത്തിൻ്റെ അഥവാ സിംഹിയുടെ അധികാരമാണ് ഈ അലറുന്നത് കൊണ്ട് അവൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് ലീഹ എടുത്തു പറയുന്നത്, നിങ്ങളുടെ ശത്രുവായ പിശാച്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവന് കുറച്ച് ശക്തിയുണ്ട്. അവൻ്റെ അധികാരം ഇതാണ്. അവന് നമ്മെ വഴിതെറ്റിക്കുവാനുള്ള മാർഗങ്ങൾ അവനറിയാം. അവൻ സ്വർഗത്തിൽ നിന്ന് എറിയപ്പെട്ട ദൂതനായതുകൊണ്ട് അവനറിയാം എവിടെയൊക്കെ നമ്മെ വീഴ്ത്താൻ സാധിക്കുമെന്ന്. നാളെ ദൈവദൂതന്മാരെ പോലെ നമ്മളെല്ലാവരും മാറപ്പെടേണ്ടവരാ. ഈ ദൈവദൂത സ്ഥാനത്ത് നിന്ന് അവൻ മാറ്റപ്പെട്ടപ്പോൾ ദൈവദൂതന്മാരാകണമെങ്കിൽ എപ്രകാരം ജീവിക്കണമെന്ന് അവന് വ്യക്തമായിട്ടറിയാം. അപ്പം ഈ പിശാചിൻ്റെ സ്വാത്വാനിക സ്വാധീനങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ സാത്താൻ എതിർക്കുന്നവൻ എന്ന അർത്ഥത്തിൽ 50 തവണയും പിശാച് നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ 60 തവണയും ആ വാക്കുപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 50ഉം 60ഉം തവണയും. അവൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. സാത്താനിക സ്വാധീനത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി നമുക്ക് ആദ്യം നോക്കാം. പിശാച് എപ്രകാരമാണ് ഓരോ തലങ്ങളിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ തലം ആകർഷണത്തിൻ്റെ തലമാണ്. ആകർഷിപ്പിക്കും. ഈ ലോകത്തിൻ്റെതായ നൈമാനുഷ്യ സുഖങ്ങൾ, തിളങ്ങുന്ന വൈവിധ്യമാറുന്ന വില കൂടിയ വസ്തുക്കളാകാം, അവയെല്ലാം കാട്ടി നമ്മളെ ആകർഷിക്കും. നമ്മുടെ ആദ്യ മാതാവായ ഹവ്വായ്ക്ക് സംഭവിച്ചത് തന്നെയാണ്. ആകർഷിപ്പിക്കുക അവളെ. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദവും കണ്ണിന് കൗതുകരവുമാണെന്ന് അവൾ തിരിച്ചറിയുന്ന ഉൽപ്പത്തി ഗ്രന്ഥം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവളെ ആകർഷിപ്പിക്കുക. ഈ പഴം കാട്ടിക്കൊണ്ട് പറയുക, ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തെ പോലെയാകാം, നിന്റെ കണ്ണ് തുറക്കുമെന്ന്. അവളെ ആകർഷിപ്പിക്കുക. ആ വസ്തു കാണിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളുമുണ്ട്, എന്തും കാണിക്കാം. എങ്കിലും കർത്താവ് വിലക്കിയ ആ കനി,
അത് കാട്ടിക്കൊണ്ട് അതിൻ്റെ ആകർഷിപ്പിക്കുകയാണ് പിശാച് ചെയ്യുന്നത്. ആകർഷണത്തിൻ്റെ ഒന്നാം തലത്തിലൂടെ സഞ്ചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന ആദ്യ വീഴ്ച. നമ്മളെ ആകർഷിപ്പിക്കും. ഒരു കാര്യം കാട്ടിക്കൊണ്ട് പിശാച് നമ്മളെ ആകർഷിപ്പിച്ച് നമ്മളെ അതിലേക്ക് വീഴ്ത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യ തലം ഇതാ. ഈ ആകർഷണ തലം പൊതുവേ മനുഷ്യനെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അത് എന്തിനോടും ആകർഷണം ഉണ്ടാകാം. അപ്പം രണ്ടാമത്തെ തലമാണ് വീണ്ടും പ്രലോഭിപ്പിക്കുക. ഈ ശൈത്താൻ, പാമ്പ്, സർപ്പം ആദ്യ മാതാവിനെ പ്രലോഭിപ്പിക്കുക. ഈ ഖനി കഴിക്കുവാൻ അവളെ പ്രലോഭിപ്പിക്കുക. അവൾ കഴിക്കണം എന്ന് നിർബന്ധിച്ച് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവിടെയാണ് പ്രലോഭനത്തിൻ്റെ ആ തലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സാധനം നമുക്ക് ആവശ്യമില്ലായിരിക്കും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം നമ്മൾ കണ്ടു, വളരെ മനോഹരമായ ആകർഷകമായ ഒരു കാര്യം, നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ചുമ്മാ കൊണ്ട് ഷോക്കേസിൽ വെക്കാനായിരിക്കും. പക്ഷെ ആകർഷണം നമുക്ക് കിട്ടുന്നു. പിന്നീട് നമുക്ക് കൈ പൈസ ഉണ്ടല്ലോ, പ്രലോഭനോ, ആ പൈസ ഉണ്ടല്ലോ, ഇതൊക്കെ മേടിച്ച് വെച്ചാൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതൊരു ആവശ്യമില്ലെങ്കിൽ പ്രലോഭനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളതെന്ത് ചെയ്യും? മേടിക്കും. അതാണ് നിർബന്ധിത പ്രേരണയുടെ തലമാണ് മൂന്നാമത്തെ തലം. നിർബന്ധിതമാണ്. അതായത് പൈസ ഉണ്ടല്ലോ, ഇതിന് എനിക്കൊരു ആവശ്യമില്ല, എങ്കിലും ഞാനത് മേടിച്ച് എൻ്റെ ഷോക്കേസിൽ വയ്ക്കും. ആർക്കും ഒരു പ്രയോജനം വരുന്നവരെ കണ്ടിട്ട് പോകും. നിർബന്ധിത പ്രേരണ. കയ്യിൽ പണമുണ്ട്. അതുപോലെ തന്നെ ഹവ്വായ്ക്ക് ആ പഴം അവളെ നിർബന്ധിച്ച് അവളെ കൊണ്ടത് ഭക്ഷിപ്പിക്കുകയാണ് ഈ സർപ്പം ചെയ്യുന്നത്, പിശാച് ചെയ്യുന്നത്. ആ മൂന്നാമത്തെ തലം നിർബന്ധിത തലമാണ്. നമ്മളൊക്കെ പൊതുവേ ഈ നിർബന്ധിത തലങ്ങൾ വരെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. ക്രിസ്തു പോലും ഈ 3 തലങ്ങളിൽ സഞ്ചരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിനെ പോലും വഴിതെറ്റിപ്പിക്കാൻ ഈ 3 തലങ്ങളിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം സാക്ഷ്യമാണ്. അവനെ ആകർഷിപ്പിക്കുക, ലോകത്തിൻ്റെതായ കാര്യങ്ങളെല്ലാം കാട്ടി, നീ എന്നെ ആരാധിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇതെല്ലാം തരാമെന്ന് പറയുക. ആകർഷണത്തിൻ്റെ തലവ ഈശോയെ ആകർഷിപ്പിക്കുക. പിന്നെ പ്രലോഭനത്തിൻ്റെ തലവ പ്രലോഭിപ്പിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പം ആകാൻ പറയുക. അവന് പ്രലോഭനം കൊടുക്കുക. അവൻ എന്താണ് വേണ്ടത്? ക്രിസ്തുവിന് വേണ്ടത് വിശപ്പകറ്റുവാനുള്ള ഭക്ഷണമാണ്. അവനത് ലഭിക്കുവാൻ വേണ്ടി പ്രലോഭനം കൊടുത്തുകൊണ്ടിരിക്കുക പിശാച്. അതാണ് പ്രലോഭനത്തിൻ്റെ തലം. മൂന്നാമത്തെ തലമാണ് നിർബന്ധിത പ്രേരണയുടെ തലം. ദൈവവചനം അവിടെ പറഞ്ഞുകൊണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്കെടുത്ത് ചാടുക, നിന്നെക്കുറിച്ച് നിന്നെ ദൈവദൂതന്മാരെ നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ എന്ന് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് പിശാച് നിർബന്ധിതമായിട്ട് പ്രേരിപ്പിക്കുക. ഈ 3 തലങ്ങളിലേക്ക് പൊതുവെ മനുഷ്യരായ നമ്മളും വീഴും. 4ാമത്തെ തലങ്ങളിലേക്ക് വീഴുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 4ാമത്തെ തലം ബന്ധിക്കലിൻ്റെ തലമാണ്. അവൻ നമ്മളെ കൊണ്ട് ബന്ധിച്ചിടും. ആ ബലക്കപ്പെട്ട കനി അവർ കഴിച്ചപ്പോൾ അവർ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ ബന്ധിക്കപ്പെട്ടപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുവരെ സ്വർഗത്തിലെ ദൈവദൂതന്മാരോട് സദൃശരായിരുന്ന അവർ കണ്ണ് തുറക്കപ്പെട്ട് അവർ നഗ്നരാണ് എന്ന് ലോകത്തിൻ്റെതായി അവർ മാറി. പിശാചിൻ്റെതായി അവർ മാറി. പിശാചിൻ്റെതായ ചിന്തകൾ അവരിലേക്ക് വന്നു. അവർ ബന്ധിക്കപ്പെടുകയാണ്. പിന്നീട് വരുന്ന 5ാം തലമാണ് ആധിപത്യത്തിൻ്റെ തലം. ആധിപത്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പിശാച് പിന്നെ അവരുടെ മേൽ ആധിപത്യം സൃഷ്ടിക്കുക. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഹവ്വ ആദത്തിന് കൊടുത്തു. ആദവും ഹവ്വയും കൂടെ നഗ്നരായും തിരിച്ചറിഞ്ഞ് അവിടെയുള്ള ഇലകൾ കോർത്തിണക്കി വസ്ത്രം നെയ്തു. അവരെ പിശാച് ആധിപത്യം സൃഷ്ടിക്കുക. ലോകത്തിൻ്റെതായ കാര്യങ്ങൾ അവർക്ക് നൽകി ലോകത്തിൻ്റെതായ നേട്ടങ്ങളിലേക്ക് അവരെ അടുപ്പിക്കുകയാണ്. അതാണ് പിശാച് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണെന്ന് 1 യോഹന്നാൻ 5:19 സാക്ഷ്യം നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. 1 യോഹന്നാൻ 5:19 വ്യക്തവും സ്പഷ്ടമായിട്ട് പറഞ്ഞു. ലോകം മുഴുവൻ പിശാചിൻ്റെ വലയത്തിലാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ 5 തലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. 5 തലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാനിടയാണ്. പക്ഷേ 3 തലങ്ങളിൽ വെച്ച് നമ്മൾ ഉണ്ടാകുന്ന ആ പ്രലോഭനങ്ങൾ, നമ്മളെ നിർബന്ധിക്കുമ്പോൾ, നമ്മളെ ആകർഷണങ്ങൾ, അവയെല്ലാം വേണ്ടെന്ന് വയ്ക്കാൻ നമുക്ക് സാധ്യമാകണം. 4ാമത്തെ തലത്തിൽ ചെന്ന് ബന്ധിക്കപ്പെടുകയാണെങ്കിൽ അവൻ ആധിപത്യം സൃഷ്ടിച്ചെടുക്കുക തന്നെ ചെയ്യും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ബന്ധനാവസ്ഥയിലേക്ക് നമ്മൾ ചേരുകയാണ് ചെയ്യുന്നത്. പല രീതിയിൽ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെന്ന് യോഹന്നാൻ 8:32 പറയുന്നത് പോലെ അവൻ അടിമയായി തീരും. അവൻ ബന്ധനാവസ്ഥയിലേക്ക് തീരും. പല രീതിയിലുള്ള ബന്ധനങ്ങളുണ്ടാകും. പാപത്തിൻ്റെ ബന്ധനം, തെറ്റായ ആശയങ്ങളുടെ ബന്ധനം,
ജഡികാസക്തിയുടെ ബന്ധനം, ഭക്ഷണം, അതോടൊപ്പം തന്നെ ലൈംഗിക ചിന്തകൾ, ധനമോഹങ്ങൾ, അതോടൊപ്പം മദ്യം മയക്കുമരുന്നുകളുടെ ബന്ധനങ്ങൾ, വിരുദ്ധ വികാരങ്ങളുടെ ബന്ധനങ്ങൾ, തെറ്റായ അറിവുകളുടെയും ബന്ധനങ്ങൾ, തെറ്റിദ്ധാരണകളുടെ ബന്ധനങ്ങൾ, തെറ്റായ ബന്ധനങ്ങളുടെയും ബന്ധനങ്ങൾ, തീരാവ്യാധികൾ, ജനിതക രോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, ഇങ്ങനെയുള്ള പല ബന്ധനങ്ങളും നമുക്കുണ്ടാകും. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആകർഷണ തലത്തിലും നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്, പ്രലോഭന തലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്, നിർബന്ധിത പ്രേരണയുടെ തലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ബന്ധിക്കലിലേക്ക് നമ്മൾ വീണു പോകുന്നത്. പിന്നീട് അവൻ്റെ ആധിപത്യം അവനിങ്ങനെ ആധിപത്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പിശാച് ആ വ്യക്തിയെ നശിപ്പിക്കുവാൻ വേണ്ടി, ആ ആത്മാവിനെ സ്വർഗത്തിൽ കൊടുക്കാതെ സ്വർഗത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി, ഒഴിവാക്കുവാൻ വേണ്ടി അവനെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും. പിശാച് പാപത്തിൻ്റെ അടിമയാക്കി നമ്മളെ മാറ്റും. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെന്ന് യോഹന്നാൻ 8:32 സ്പഷ്ടമാക്കുന്നത് പോലെ അവൻ നമ്മെ അടിമയാക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പാപത്തിൻ്റെ അടിമയാകരുത്, ബന്ധിക്കപ്പെടരുത്. നമ്മൾ പിശാചിൻ്റെ തിന്മകളിൽ നിന്ന്, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നമ്മൾ വീഴരുത്, തെറ്റായ ആശയങ്ങളുടെ ബന്ധനങ്ങളിൽ വീഴരുത്, ജഡികാസക്തിയിൽ നമ്മൾ വീഴരുത്, വികാരവിരുദ്ധങ്ങളുടെ ബന്ധനങ്ങളിൽ വീഴരുത്. ഒരു ബന്ധനങ്ങളും നമ്മളെ കീഴടക്കാതിരിക്കണം. കാരണം ക്രിസ്തുവാണ് എല്ലാത്തിനു മേലും അധികാരമുള്ളവൻ. ക്രിസ്തു പാപത്തിനെ ജയിച്ചവനാണ്, പാപത്തിന് മേൽ അധികാരമുള്ളവനാണ്, ലോകത്തിൻ്റെ വിധിയാളനാണ് അവൻ. പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാത്താൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഒന്ന്, അവൻ നമ്മെ തിന്മയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. തിന്മയിലേക്ക് നയിച്ച് നമ്മളെ പടുക്കുഴിയിലേക്ക് അവൻ കൊണ്ട് വീഴ്ത്തും. പാപം ചെയ്യുന്നവൻ അവൻ പാപത്തിലേക്ക് വീഴ്ത്താൻ നമ്മളെ പ്രേരിപ്പിക്കും. പല കാര്യങ്ങളും ഇങ്ങനെ കാട്ടിത്തരും, പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ 3 തലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ബന്ധനാവസ്ഥയിൽ നിന്ന് നമ്മെ നന്മ ചെയ്യുവാൻ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ നന്മ ചെയ്യുവാൻ നമുക്ക് ആലസ്യമുണ്ടാകും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇച്ഛിക്കാത്ത നന്മയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നില്ല, അതുപോലെ തന്നെ ഞാൻ വെറുക്കുന്ന തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നതെന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇച്ഛിക്കുന്ന നന്മയല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താ? പിശാചിൻ്റെ ആധിപത്യം നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവാം. ഈ ആകർഷണ തലങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ബന്ധിക്കപ്പെട്ട അവൻ്റെ ആധിപത്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ നമ്മൾക്ക് ചെയ്യാൻ മടിയുണ്ടാകുന്നത്. നമ്മൾ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാതെ തിന്മ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പിശാചിൻ്റെ ഏറ്റവും വലിയ ഇടപാടാണ്. നമ്മൾ തിരിച്ചറിയണം, ഈ പിശാചിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിഞ്ഞ് അവരെ തിരികെ കൊണ്ടുവരുവാനുള്ള വഴികൾ നമ്മൾ ശ്രദ്ധിക്കണം. പിശാചിൻ്റെ ബന്ധനങ്ങളിൽ അകപ്പെടുന്നവരുടെ അടയാളങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദൈവിക കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം കാണത്തില്ല. ദൈവത്തിൻ്റെ അടുത്ത് പോകാനോ അവർ ദൈവിക കാര്യങ്ങൾ, ദൈവവസ്തുക്കൾ, ഭക്തവസ്തുക്കളൊന്നും ധരിക്കാനൊന്നും അവർക്ക് ഒരാഗ്രഹവും കാണത്തില്ല. ഭക്തവസ്തുക്കളെയെല്ലാം പുച്ഛിച്ച് തള്ളുന്നവരായിരിക്കും അവർ. 2, കുടുംബ പ്രാർത്ഥനകളിലൊന്നും അവർക്ക് താല്പര്യം കാണത്തില്ല. പ്രാർത്ഥനയിലും കുടുംബ ജീവിതത്തിലും അവർക്കൊരു മാന്ദ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ കൂദാശ ജീവിതം അവർക്ക് ഒരു ബോറടിക്കുന്ന പോലെയാ തോന്നും. കൂദാശകളൊക്കെ ഒരു അനുകരണമാകേണ്ട ജീവിതത്തിൽ നിന്ന് മാറുന്ന അവർ കൂദാശ അനുകരണ ജീവിതത്തിൽ നിന്ന് മാറി അവർ വ്യക്തി അനുകരണ ജീവിതത്തിലേക്ക് മാറും. അവർ ബന്ധന അനുകരണ ജീവിതത്തിലേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത്. കുടുംബ ബന്ധങ്ങളിൽ അകലിച്ചയുണ്ടാകും. ഉപദേശങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് മടിയായിരിക്കും. തെറ്റായ ആശയങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, ആസക്തികൾ, തഴക്ക ദോഷങ്ങൾ, എടുത്ത് ചാട്ടം, ആത്മഹത്യ പ്രേരണ, അനാവശ്യമായി ഫോൺ ഉപയോഗിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ സാത്താൻ്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന്. ഇവരെ തിരികെ കൊണ്ടുവരാൻ നമ്മൾ പല രീതിയിലും നമുക്ക് ശ്രമിച്ചാൽ സാധ്യമാകും. അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ അടുത്ത് കുറേ അധികം കുട്ടികളെ, യുവജനങ്ങളെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കൊണ്ടുവരുമ്പോൾ അവരെ നമ്മൾ പ്രത്യേകം വിധം പ്രാർത്ഥിച്ച് നമ്മൾ അവരെ നേടിയെടുക്കുന്നത് എപ്രകാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ നേടിയെടുക്കേണ്ടത് അവരിൽ ഒരാളെ പോലെയാകണം. അവരുടെ അപ്പനാകണം, അവരുടെ അമ്മയാകണം. അവർക്ക് അവരുടെ ജീവിതത്തിലെ ഹൃദയത്തിൻ്റെ മുറിവുകൾ കൊണ്ടാണ് അവരപ്രകാരമായി തീർന്നത്. അവരെ ആ മുറിവുണക്കുന്ന തൈലമായിട്ട് നമ്മൾ മാറണം. അപ്പനും അമ്മയ്ക്കും അവരുടെ മുറിവുണക്കുന്ന തൈലമാകാൻ സാധ്യമാകുമെങ്കിൽ അവരെ വീണ്ടെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും.
സ്വാധീനം കടന്നു വരുന്ന വഴികൾ, ഒന്ന് പാപ സാഹചര്യത്തിലേക്ക് നമ്മളെ ചലിപ്പിക്കുന്നത് വഴിയും മാധ്യമങ്ങളുടെ ദുരുപയോഗം വഴിയും പാപപ്രവൃത്തികൾ ചെയ്യുന്നത് വഴിയുമാണ്. പ്രിയമുള്ളവരെ, ഈ മാധ്യമങ്ങൾ നല്ലതാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവജനങ്ങൾക്കുള്ള സന്ദേശത്തിൽ പറഞ്ഞത്, വളരെ തിളക്കമാർന്ന വൈവിധ്യമാർന്നൊരു ലോകം നിങ്ങളുടെ മുൻപിൽ, നിങ്ങളുടെ കൈവിരലുകളിലുണ്ട്. ഈ വൈവിധ്യമാർന്ന ലോകം തിളക്കമാർന്നതിനാൽ ആ തിളക്കത്തിൻ്റെ യഥാർത്ഥ തിളക്കം നിങ്ങൾ തിരിച്ചറിയണം. സ്വർണ്ണം ഉരച്ചു നോക്കിയാൽ മാത്രമേ യഥാർത്ഥ സ്വർണ്ണമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മാധ്യമത്തിൻ്റെ തിളക്കങ്ങൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് നമ്മളത് ഉരച്ചു നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയണം. ഞാൻ ഈ മാധ്യമം ഉപയോഗിക്കുന്നത്, ഇൻ്റർനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അത് എൻ്റെ ആവശ്യത്തിനനുസൃതമാണോ? ആവശ്യാനുസൃതമല്ല എങ്കിൽ അതിൻ്റെ തിളക്കം നമ്മെ വഴിതെറ്റിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ പിശാചിൻ്റെ ഈ കെണികളിൽ ഈ 5 തലങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരികെ വരാം. നിങ്ങൾ ആദ്യം നടത്തേണ്ടത് പ്രധാനമായി ഒരു കുമ്പസാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളെയും ഓർത്ത് പശ്ചാത്തപിച്ച്, ക്ഷമിക്കേണ്ടവരോടെല്ലാം ക്ഷമ ചോദിച്ച്, ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തണം. കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ പിശാചിന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ 5 തലങ്ങളിൽ നിന്നും ആധിപത്യ തലങ്ങളിൽ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ നിങ്ങളുടെ പൊന്നു തമ്പുരാന് സാധിക്കുമെന്ന് അവനറിയാം. 1 യോഹന്നാൻ 3:8 വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയുന്നുണ്ട്, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് സാത്താൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് സാത്താൻ്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സാത്താൻ്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. സാത്താൻ്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കാനാണ് അവൻ കുരിശിൽ പ്രാണനേറ്റ് നമുക്ക് വേണ്ടി ജീവൻ നൽകിയത്. കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് സ്വന്തം രക്തവും ശരീരവും ബലിയായി അനുദിന കൂദാശയിൽ എനിക്കും നിങ്ങൾക്ക് മുമ്പേ നൽകുന്നത്. അവൻ ബലിയായത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആ ബലിയിൽ നമ്മൾ പങ്കുകൊള്ളുവാനുള്ള യോഗ്യത കുമ്പസാരത്തിലൂടെ നമ്മൾ നേടിയെടുത്തിട്ട് വേണം ഈ പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ബലിയിലേക്ക് നമ്മൾ സമീപിക്കണം. ദിവ്യനാഥനെ സ്വീകരിക്കുമ്പോൾ തന്നെ ആ പൈശാചികമായ പീഡകൾ, ആ 5 തലങ്ങളിലൂടെ സഞ്ചരിച്ച തലങ്ങളെല്ലാം മായ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയെല്ലാം ക്രിസ്തു സഞ്ചരിച്ച വഴിയിലൂടെ, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ അവൻ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യത ഞാനും നിങ്ങളും സഞ്ചരിച്ച 5 തലങ്ങളിലെ കല്ലും മുള്ളുകളെയുമെല്ലാം അത് സ്മൂത്താക്കി മാറ്റും, അത് നിസാരമാക്കി മാറ്റും. അതാണ് ക്രിസ്തു ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കുമ്പസാരം വഴി നമ്മൾക്ക് പാപമോചനം ലഭിക്കുമ്പോൾ നമ്മൾ പിശാചിൻ്റെ ബന്ധിക്കലവസ്ഥയിൽ നിന്ന് മാറപ്പെടും. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും, നിങ്ങളാകാം, നിങ്ങളുടെ സഹോദരങ്ങൾ ആരാകാം, എന്നെ ശ്രമിക്കുന്നവരാരുമാകാം, ഈ ഒരു ബന്ധിക്കൽ തലങ്ങളിൽ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, 5 തലങ്ങളിലൂടെ, ഞാൻ വ്യക്തവും സ്പഷ്ടമായിട്ട് പറഞ്ഞ 5 തലങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കുമ്പസാരം നടത്തി ആ 5 തലങ്ങൾ, ആ 5 വഴികൾ നിങ്ങൾ അവിടെ ക്രിസ്തുവിൻ്റെ രക്തം തളിക്കണം, ബലിയിൽ പങ്കുകൊള്ളണം. പിന്നീട് കൂടെ ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കണം. ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ പിശാച് വിറയ്ക്കും. പിശാചിൻ്റെ ഭയമാണ് ക്രിസ്തുവിൻ്റെ നാമം. ക്രിസ്തുവിൻ്റെ നാമം കൂടെ നമ്മൾ ഉച്ചരിക്കണം. യേശുവേ കരുണയായിരിക്കണമേ എന്നെങ്കിലും പറയുവാനുള്ള ആ സന്മനസ് കാട്ടണം. ഇല്ലെങ്കിൽ ഇപ്രകാരം വയ്ക്കുക, നിങ്ങൾ ചിന്തിക്കുക, എന്നെ കേൾക്കുന്നവർ ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ഒരു വ്യക്തിപരമായ തീരുമാനമെടുക്കുക. ഞാൻ ശ്വസിക്കുമ്പോൾ ഈശോ എന്നാണ് ഞാൻ ഉച്ചരിക്കുന്നത്, ഈശോ എന്നാണ് ഞാൻ മനസ്സിൽ പറയുന്നത്, എൻ്റെ ശ്വാസനം തന്നെ യേശു എന്ന നാമമാണ് എന്ന് വ്യക്തമായ ഒരു ഉറപ്പ് നൽകണം. ക്രിസ്തുവിൻ്റെ നാമമാണ് ഞാൻ ശ്വസിക്കുന്നത്, ഞാൻ ശ്വസിക്കുമ്പോൾ ക്രിസ്തുവേ നന്ദി. ഞാൻ ശ്വാസം വെളിയിൽ വിടുമ്പോൾ ക്രിസ്തുവിന് സ്തുതി പറയുക. ഇങ്ങനെ പൊതുവേ നമ്മൾ പറഞ്ഞ് സ്ഥിരത നമുക്ക് പൂർണ്ണത നൽകുമെന്ന് കണ്ടതുപോലെ സ്ഥിരത നമുക്ക് പൂർണ്ണത നൽകും. ആ പൂർണ്ണത നമ്മളിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ മനോഭാവം നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കണം. ക്രിസ്തുനാമം ഉച്ചരിക്കണം,
ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഈ 5 തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ക്രിസ്തുനാമം നമ്മെ സംരക്ഷണ കവചമായിരിക്കും. അതുകൊണ്ടാണ് ക്രിസ്തു ഈ 5 തലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ വചനം പറഞ്ഞ് അവിടെ അവനെ എതിർക്കുന്നത്. പിശാചിനെ എതിർക്കുന്നവനെ എതിർക്കേണ്ടത് വചനത്താലാണ്. വചനം മാംസം ധരിച്ചത് ക്രിസ്തുവിലാണ്. വചനം മാംസമായി നമ്മുടെ കയ്യിൽ വസിച്ചത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ മാത്രം മതി. ഈ ബൈബിളിലെ മുഴുവൻ വചനങ്ങൾ നിങ്ങൾ കാണാപ്പാഠം പറയണമെന്നില്ല. ക്രിസ്തുവിൻ്റെ ആ നാമം ഉച്ചരിച്ചാൽ മാത്രം മതി. വചനം അവിടെ എതിർക്കുന്നവനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഈ വചനം മുഴുവൻ കാണാപ്പാഠം പഠിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ക്രിസ്തുവിൻ്റെ ആ ഒരു നാമമാണ്. ആ നാമം വചനം മാംസം ധരിച്ചാണ് നമ്മുടെ ഇടയിൽ വസിച്ചത്. ഈ പിശാചിൻ്റെ 5 തലങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴും ഈശോ 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 എന്ന് പറയണം. ഈശോ ഈശോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് തിരികെ വരാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ആയുധമാണ് ജപമാല. ജപമാലയാകുന്ന ആയുധം നമ്മൾ സ്വീകരിക്കണം. ജപമാലയാകുന്ന ആയുധം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ഈ പിശാചിൻ്റെ ഈ 5 തലങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കാൻ സാധിക്കും. ഈശോ വഴി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈശോ എന്ന നാമം നമുക്ക് ആശ്രയമാണ്. പിശാചിൻ്റെ 5 തലങ്ങൾ നമ്മളെ വഴിതെറ്റിക്കുമ്പോൾ, 5 തലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ യേശു എന്ന നാമം ഉപയോഗിക്കുമ്പോൾ ജപമാല എന്ന ആ ആയുധവും നമ്മൾ സ്വീകരിക്കണം. മറിയം എന്ന നാമം കേൾക്കുമ്പോഴും അവന് പേടിയാണ്. കാരണം അവൾ പാപമില്ലാത്തവളാണ്, എളിമ നിറഞ്ഞവളാണ്. അവളുടെ എളിമയെന്ന വസ്ത്രം കൊണ്ടാണ് അവൾ ദൈവകുമാരന് പിള്ളക്കച്ചി ഒരുക്കിയത്. അവളുടെ എളിമ കൊണ്ടാണ് അവൾ ദൈവപിതാവിന് പ്രിയപ്പെട്ടവളായി തീർന്നത്, റൂഹായുടെ വാസസ്ഥലമായി തീർന്നത്. അവളെ പിശാചിന് പേടിയാണ്. ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാർത്തുലോ ലോങ്കോ എന്ന് പറഞ്ഞ ഒരു ചെകുത്താൻ ആരാധകൻ വിശുദ്ധനായി തീർന്ന കഥ. അദ്ദേഹം ഇന്ന് അൾത്താര വണക്കത്തിന് യോഗ്യനായി വാഴ്ത്തപ്പെട്ട ഒരു നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു ചെറിയ കഥയാണ്. ആ കഥ ഇതാണ്. ജപമാല ഭക്തി അവനെ തിരികെ കൊണ്ടുവന്ന ഒരു അത്ഭുതമാണ്. വളരെ ചെറുപ്പത്തിൽ അമ്മയോട് വളരെയധികം, സ്വന്തം മാതാവിനോട് ഭയങ്കരധികം ഇഷ്ടമുള്ളായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബാർത്തുലോ ലോങ്കോ. തൻ്റെ അമ്മ ചെറുപ്പത്തിൽ അവന് സമ്മാനിച്ചൊരു ജപമാലയുണ്ട്. ആ ജപമാല പോക്കറ്റിലിട്ടിരുന്നു. പിന്നീട് ചെകുത്താൻ ആരാധക സംഘടനയിൽ അംഗമായി തീർന്ന് ചെകുത്താൻ ആരാധന നടത്തുന്ന ആ സാഹചര്യങ്ങളിൽ ഒരു പുരോഹിതനടുത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായി മാറി അവൻ. പിന്നീട് ആ ജീവിതം നീങ്ങിപ്പോകുമ്പോൾ അവൻ തിരികെ വരുന്നത് ഒരു പ്രത്യേകമായ ഇൻസിഡൻറ്റിലൂടെയാണ്. ആ ഇൻസിഡൻ്റ് ഇതാണ്. അവൻ്റെ അമ്മ ചെറുപ്പത്തിൽ കൊടുത്ത ആ ജപമാല ചുമ്മാ എടുത്ത് തഴുകിക്കൊണ്ടിരുന്നു. അമ്മയുടെ ഓർമ്മ വന്നു. ജീവിതത്തിൽ ചെയ്തതൊന്നും ഒന്നുമല്ല, ഇതിൽ എന്തോ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നതായിട്ട് അവന് തോന്നി. പരിശുദ്ധ അമ്മ ചോദിച്ചു, നീ സേവിക്കുന്നത് ആരെയാണ് എന്ന്. പരിശുദ്ധ അമ്മ ആ ചോദ്യത്തിൽ അവനെ നേടിയെടുക്കുകയാണ്. അവൻ്റെ ജപമാല ഭക്തിയിൽ അവൻ വളർന്ന് അവൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രലോഭനങ്ങളുണ്ടായി. പല രീതിയിലും പ്രലോഭനങ്ങളുണ്ടായി. ജഡികാസക്തിയുടെ പ്രേരണകളെല്ലാം ഉണ്ടായപ്പോൾ പോലും അവൻ ജപമാല ചൊല്ലിയാണ് തിരികെ വന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജഡികാസക്തിയുടെ ബന്ധനങ്ങളിലെല്ലാം പല രീതിയിലുള്ള ബന്ധനങ്ങൾ പറഞ്ഞു. ഈ ബന്ധനങ്ങളിലെല്ലാം തിരികെ വരണമെങ്കിൽ തീർച്ചയായിട്ടും കുമ്പസാരം വേണം, കുർബാന സ്വീകരണം വേണം, അതോടൊപ്പം തന്നെ ജപമാല ഭക്തി ഉണ്ടായിരിക്കണം, ക്രിസ്തുവിൻ്റെ നാമം. അതുകൊണ്ടാണ് ക്രിസ്തു പോലും 3 തലങ്ങളിൽ വചനം ഉപയോഗിച്ചാണ് പിശാചിനെ എതിർത്ത് എന്നൊരു മനോഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. ക്രിസ്തു പിശാചിനെ എതിർത്ത പോലെ 3 തലങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുക ഉറപ്പാണ്. ആ 3 തലങ്ങളിൽ തന്നെ നിർത്തി പിശാചിനെതിരെ കതക് അടച്ചിടണം. പിന്നീട് ആ കതക് തുറക്കരുത്. ആ ഒരു മനോഭാവം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് എല്ലാ ബന്ധനാവസ്ഥകളും വിടുതൽ നൽകുവാൻ അവിടുത്തെ സഹായം നമുക്ക് യാചിക്കാം. ക്രിസ്തുവിൻ്റെ നാമം നിങ്ങൾക്ക് രക്ഷയും കോട്ടയുമായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ 5 തലങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.